കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഖത്തറിൽ നടക്കുന്ന സമയം ജപ്പാനും കോസ്റ്ററിക്കയും തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ ജപ്പാന് പിന്തുണയറിയിച്ച് ജപ്പാൻകാരായ കാണികൾ ആവേശഭരിതരായെങ്കിലും ജപ്പാൻ തോറ്റുപോയി. ആവേശത്തിലായിരുന്ന ജപ്പാൻകാർ ഒരു വേള സ്തബ്ധരായെങ്കിലും തൊട്ടടുത്ത നിമിഷം മറ്റൊരു അത്ഭുതത്തിനാണ് ഖത്തർ സാക്ഷ്യം വഹിച്ചത്. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജപ്പാൻകാരും ഒന്നടങ്കം ഗ്രൗണ്ടിലും ഗാലറിയിലും ഇറങ്ങി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് ലോകം കണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ എത്തുമ്പോഴേക്കും അവിടെ ഒന്നടങ്കം വൃത്തിയാക്കപ്പെട്ടിരുന്നു. ഒരു സ്ഥലമോ സ്ഥാപനമോ വൃത്തിയാക്കുമ്പോൾ ആ സ്ഥലത്തെ ബഹുമാനിക്കുന്നുവെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. ജപ്പാനിലെ എല്ലാ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും വൈകിട്ട് ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ മുഴുവൻ കുട്ടികളും പിന്നീടുള്ള 1 മണിക്കൂറോളം ക്ലാസും ഗ്രൗണ്ടും ശുചിമുറികളും ആരുടെയും നിർദ്ദേശമില്ലാതെ വൃത്തിയാക്കുന്ന കാഴ്ച കാണാം. ഈ സാഹചര്യം നമ്മുടെ സ്കൂളുകളിലാണെങ്കിൽ അധ്യാപകർ നിയമ നടപടി നേരിടേണ്ടി വന്നേക്കാം. പിന്നെ എങ്ങനെയാണ് ശുചിത്വമുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാനാവുക? നമ്മുടെ ശുചിത്വ മുദ്രാവാക്യമായ ക്ലീൻ കേരള എന്നത് തത്വത്തിൽ കേരളം മറ്റാരോടോ വൃത്തിയാക്കാൻ ആജ്ഞാപിക്കുന്നത് പോലെ തോന്നിയാൽ പോലും നമുക്ക് കുറ്റം പറയാനാകില്ല.